നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ ഫ്രീ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇൻട്രോ വീഡിയോ നമുക്ക് എങ്ങനെ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ്. യൂട്യൂബ് ചാനലിൻ്റെ ഇൻട്രോ ഏതൊരു യൂട്യൂബ് ചാനലിനും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആവശ്യകതയാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഒരു ഇൻട്രോ കൊടുക്കുമ്പോൾ അതിന് അട്രാക്റ്റീവായിട്ടുള്ള രൂപം ഉണ്ടാക്കും. അതിന് ചാനലിൻ്റെ ലോഗോ ഉണ്ടായിരിക്കും, അതുപോലെ വെൽക്കം നോട്ട് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈൻ ഉണ്ടായിരിക്കും. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാൻവയിൽ ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ഇൻട്രോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം യൂട്യൂബ് ചാനൽ ഇൻട്രോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഒരുപാട് ക്യാൻവ ടെംപ്ലേറ്റുകൾ വന്നിട്ടുണ്ട്. പല രീതിയിലും രൂപത്തിലും ഭാവത്തിലുള്ള ടെംപ്ലേറ്റുകളാണ്. ഇതൊക്കെ കുറച്ചും കൂടിയും പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രോ മോഡലുകളാണ്. വളരെ രസകരമായ രീതിയിലുള്ള ഒരുപാട് ഇൻട്രോസ് ഉണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രൂപത്തിലുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ടൈപ്പൊക്കെ ചെയ്ത് വരുന്ന രൂപത്തിലുള്ള ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ ലോഗോ മാറ്റി കൊടുക്കാം. ബ്യൂട്ടി ബ്ലോഗറുടെ ഒരു ഒരു ഇൻട്രോ വീഡിയോ ആണിത്. ഇനി ഗെയിമേഴ്സിന് പറ്റിയ രൂപത്തിലുള്ളതുണ്ട്. പിന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ചാനലുകളാണെങ്കിൽ അങ്ങനത്തെ രൂപത്തിലുള്ളതുണ്ട്. പല രീതിയിലും പല രൂപങ്ങളിലുള്ളതുണ്ട്. മ്യൂസിക്കൊക്കെ ഉള്ള ആളുകൾക്ക് മ്യൂസിക് ചാനലുണ്ട്, ടൈപ്പ് ഉണ്ട്. പല രീതിയിലുള്ള വ്ലോഗ് ചാനലുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ നോക്കിയാൽ ഇഷ്ടം പോലെ കാണാം. ഈ കുക്കിംഗ് ചാനലിനുള്ളതുണ്ട്. പല ആളുകളും യൂട്യൂബിലെ ഇൻട്രോ വീഡിയോ ചെയ്തത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്. പല ആളുകളും ചെയ്യുന്നത് മിക്കവും ഗ്രാഫിക് ഡിസൈനർമാരൊന്നും ആവശ്യമില്ലാതെ തന്നെ ഇത്തരം പിന്നെ യൂട്യൂബിലുള്ള ഇൻട്രോ വീഡിയോസ് ക്യാൻവയിൽ നിന്ന് എടുക്കുന്നതാണ്. വളരെ ഈസിയാണ്. ക്യാൻവ ഓൾറെഡി പ്രീസെറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം എല്ലാം എടുക്കാം. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്കാം എങ്ങനെയാണ്. നമുക്കിപ്പോൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ നോക്കാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അതിൻ്റെ ടെംപ്ലേറ്റ് അതിലിപ്പോൾ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നാണ്. അത് എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. ഇത് കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലൊക്കെ ഒരേപോലെ തന്നെയാണ്. അത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ രീതിയാണ്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ രീതിയാണ് എന്ന് മാത്രം. അല്ലാതെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം എഡിറ്റബിൾ ആണ്, എല്ലാം ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതൊരു വീഡിയോ ലെവലിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിനായ രൂപത്തിൽ കാണണം. അതിൻ്റെ ഡാഷ്ബോർഡ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള അതിൻ്റെ ടെംപ്ലേറ്റ്, അതുപോലെ അതിൻ്റെ ടൂൾസ് എല്ലാം ഇവിടെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഇനി ഓരോന്നിന്മേലും ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടൂൾസ് അപ്പിയർ ആവുക. ഇപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം പ്ലേ ചെയ്യാൻ ഇവിടെ ബട്ടൺ ഉണ്ട്. ബട്ടൺ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഉണ്ടല്ലേ. ഇതിലിപ്പോൾ കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇനി ഞങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ പലതും ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ടെംപ്ലേറ്റാണ്. ഇനി നമുക്ക് വേറൊരു ടെംപ്ലേറ്റും കൂടെ നോക്കാം. രണ്ടിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം.
ഒരു യൂട്യൂബ് ചാനലാകുമ്പോൾ അതിൻ്റെ ഇൻട്രോയിൽ 1-2 രൂപത്തിലുള്ള പേജുകൾ ഉണ്ടായിരിക്കും. അതില്ലെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. തൽക്കാലം നമുക്ക് തന്നെ നോക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പിക്ചർ ഇത് നമുക്ക് മാറ്റാം. ഇത് ഒരാളുടെ പിക്ചറാണ്. ഇത് നമുക്ക് സ്ഥാപനത്തിൻ്റെ ആണെങ്കിൽ സ്ഥാപനത്തിൻ്റെ ലോഗോ ഇവിടെ കൊടുക്കാം. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ലോഗോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ ലോഗോകൾ വരും. ഏതെങ്കിലും ഒരു ലോഗോ നമുക്ക് എടുത്തു നോക്കാം. ഇതിലേക്ക് ലോഗോ വലിച്ചിട്ടാൽ മാത്രം മതി. ഗ്രാഫിക് ആയിട്ടുള്ള ലോഗോസ് ഉണ്ട്, അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് നോക്കാം. ഒരു എഡ്യൂക്കേഷണൽ ലോഗോ നോക്കാം. എഡ്യൂക്കേഷണൽ ലോഗോ, ഇവിടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ലോഗോ വരുന്നതാണ്. ഉണ്ടല്ലേ, ഇതെടുത്തിട്ട് നമുക്ക് വലിച്ച് ഇതിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതായിട്ടുണ്ട്. അതവിടെ ഇല്ല, ഇതൊക്കെ ഗ്രാഫിക് എലമെന്റ്സ് ആണ്. ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ അതവിടെ നിർത്താം, അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കാം. ഇത് ഡിലീറ്റ് ആക്കാം, ഒരു അൺനെസസറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ചാനലിൻ്റെ പേര്, ഇതിപ്പോൾ ഐവറി ഡേവിസ് എന്നാണ്. നമുക്ക് പേര് മാറ്റി കൊടുക്കാം. നമുക്കിപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് തൽക്കാലം കൊടുക്കാം, യുണൈറ്റഡ് സ്കിൽസ് അക്കാഡമി. ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിലനിർത്താം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ടൈപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇനി നമുക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടണം, സ്പീഡ് കുറക്കണം. എന്ത് ചെയ്യും? ഇത് നീളം കൂട്ടിയാൽ മതി. കണ്ടില്ല, ഇവിടെ എത്ര സെക്കൻഡ് ഉണ്ട്? 12.3 സെക്കൻഡ് ഉണ്ട് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആനിമേറ്റ് എന്ന് കൊടുത്തിട്ട് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത് അതിനാണ് ആനിമേഷൻ വരിക. ഉണ്ടല്ലേ? ഇനി ഇത് ഇങ്ങനത്തെ പല രീതിയിലുള്ള ആനിമേഷൻസ് ഉണ്ട്. ഈ ലാപ്ടോപ്പിന്റെ രൂപത്തിലുള്ള വരുന്നത് മാറ്റാം. ഓക്കെ, അത് വരുത്താം. അതുപോലെ പൊസിഷനൊക്കെ നമുക്ക് പിന്നീട് പറയാം. പൊസിഷനൊന്നും തൽക്കാലം ഈ വീഡിയോയിൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള വീഡിയോയിൽ നമുക്കത് പറയാം. ഇനി നമുക്കിതിൽ വീഡിയോ ആയാൽ മാത്രം പോരാ, നമുക്കൊരു ഒരു ഓഡിയോ ഇതിൽ കൊടുക്കണം. ഓഡിയോ കൊടുക്കാൻ എന്താ ചെയ്യാം? നമുക്കിവിടെ എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സിൽ ഒരു സോങ്, എന്ന് കൊടുത്താൽ ഒരുപാട് സോങ് അല്ല വരിക, എല്ലാം ഇതിൽ വരും. ഗ്രാഫിക്സ്, ഫോട്ടോസ്, വീഡിയോസ്, ഷേപ്സ്, അതിനുശേഷം ഓഡിയോ എന്നുള്ളത് എടുക്കാം. അതിലൊരു ഇൻട്രോ സോങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സോങ് ആയിരിക്കും വരിക. യൂട്യൂബ് ഇൻട്രോ. നമ്മൾ ഈ സോങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് യൂട്യൂബിന്റെ കോപ്പി റൈറ്റിനെ ബാധിക്കാത്തതാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ യൂട്യൂബിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം വെയിറ്റ് ചെയ്താൽ മതി. അത് കോപ്പി റൈറ്റ് ആണോ അല്ലേ എന്നുള്ളത് യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞുതരും. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്ര ഇതിനാവശ്യമുള്ളൂ. ബാക്കി ഇത്രയും പാട്ട് ഇത്രയുണ്ട്, പക്ഷെ ഇത്ര വരുള്ളൂ. നമുക്ക് ആവശ്യം ഇത്രയല്ലേ ഉള്ളൂ. ഇനി ഇത് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ആവും. ഉണ്ടല്ലേ? നമുക്ക് 16 സെക്കൻഡ് ഒന്നും ആവശ്യമില്ല, കുറഞ്ഞ സമയം മതി. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് പ്ലേ ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ലോഡായി പ്ലേ ആവും. നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഇവിടെ പൊതുവെ സ്ലോ ആണ്.
ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കുക. അതിന് ശേഷം ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇവിടെ ഓരോ ടെംപ്ലേറ്റിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും, അതിനനുസരിച്ച് മാറ്റുക. ഇതിപ്പോൾ ഒരു പ്രൊഫഷണൽ ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുക്കിംഗ് ചാനലൊക്കെ ആണെങ്കിൽ കുക്കിങ്ങുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കൊടുക്കാനുണ്ടാവും. അപ്പോൾ കുക്കിങ്ങിൻ്റെ ടെംപ്ലേറ്റ് എടുക്കുക, കുക്കിംഗ് ടെംപ്ലേറ്റ് എന്ന് കൊടുത്താൽ മതി. കുക്കിംഗ് ചാനൽ ഇൻട്രോ ടെംപ്ലേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് ഇവിടെ വരും, എല്ലാം വരും. ഇവിടെ നേരത്തെ കാണിച്ചത് പ്രകാരം ഒരു കുക്കിങ്ങിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ചാനൽ ഇൻട്രോ വീഡിയോ ഒക്കെ ആകുമ്പോൾ അത് വളരെ ചെറുതായിരിക്കും, ഷോർട്ടായിരിക്കും. അതിന് നമ്മൾ കുറേ നീട്ടി പരത്താൻ പാടില്ല. അത് കുറഞ്ഞ സമയം, ഒരു 10 സെക്കൻഡോ 12 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡോ മാത്രം മതിയാവും. കുറേ ടെംപ്ലേറ്റ്സ് കണ്ടില്ല അവിടെ, കണ്ടില്ലേ? കുക്കിങ്ങുമായി ബന്ധപ്പെട്ട, ഫുഡുമായി ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ ക്യാൻവയുടെ സൈറ്റ് വളരെ ലോഡാണ്. പോരാത്തതിന് നെറ്റ് സ്ലോ ആവും. അതൊക്കെ ആകുമ്പോൾ ഇത് ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. കണ്ടില്ല, നല്ല അടിപൊളി ചാനൽ ഇൻട്രോസ് ഉണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഇൻട്രോ വീഡിയോയും കൂടി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ട ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആകെ ഒറ്റ വീഡിയോ ഉള്ളൂ. നമുക്ക് അഡീഷണൽ ആയിട്ട് വേറെ ചേർത്ത് കൊടുക്കാം, പേജ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിൽ ഓഡിയോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഇതിൽ ഓഡിയോ ഉണ്ട്, 5 സെക്കൻഡിൻ്റെ വീഡിയോ ആണ്. നല്ല ടൈം എടുക്കുന്നുണ്ട്, ലോഡാവുന്നുണ്ട്. അതൊന്ന് കാത്തിരിക്കാം. ഏതായിരുന്നാലും യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇൻട്രോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കത് എടുത്ത ശേഷം ഷെയർ ചെയ്യാം. ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് MP4 വീഡിയോ ആയിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MP4 ആയിട്ടാണ് അത് ഡൗൺലോഡ് ചെയ്യേണ്ടത്. വീഡിയോ ആണല്ലോ, MP4 വീഡിയോ എന്നാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് HD ആണ്. എപ്പോഴും സജസ്റ്റഡ് ആയിട്ടുള്ള രൂപം ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ രൂപങ്ങൾ വേണമെങ്കിൽ ഗിഫ് ആണെങ്കിൽ അങ്ങനെ ഷോർട്ട് ക്ലിപ്പായിട്ട് കിട്ടും. PDF ആണെങ്കിൽ അങ്ങനെ എടുക്കാം, PNG ആണെങ്കിൽ അങ്ങനെ എടുക്കാം, എല്ലാം എടുക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബ് ചാനൽ വലിയ പ്രൊഫഷണലൊക്കെ ആണ്, വലിയ ഗ്രാഫിക് കണ്ടൻറ്റ് വേണം, അതുപോലെ കാർട്ടൂണൊക്കെ കൊടുക്കണം എന്ന് താല്പര്യമുള്ളവരൊന്നും ഇതിന് നിൽക്കരുത്. അതിന് പ്രൊഫഷണൽ ആയിട്ട് പുറത്തുനിന്ന് ചെയ്യിപ്പിക്കാം. നേരത്തെ ക്ലിക്ക് ചെയ്താണ്, ഇപ്പോഴാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മ്യൂസിക്കാണ്. ഓക്കെ, ഇതാണ് ഒരു ഫുഡ് ചാനലിൻ്റെ അത്. അങ്ങനെ കുറേ ഉണ്ടാവും. ഇവിടെ ഡിസൈൻ എന്നുള്ളിടത്ത് കുറേ കംപ്ലൈൻറ്റ്സ് കാണാം. ഓരോന്നിനും ഇങ്ങനെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉള്ളത്. ഇത് മൊബൈൽ ഫോണിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. മൊബൈൽ ഫോണിലൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. നല്ല രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ വ്ളോഗേഴ്സൊക്കെ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള വീഡിയോ ഉണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇല്ലേ, ഇത് അടിച്ചു കൊടുത്തപ്പോൾ നമുക്കിവിടെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാണാം. നമ്മൾ വിചാരിച്ചു ഇത് ആകെ തന്നെ ഉള്ളൂ, അങ്ങനെയൊന്നുമല്ല, ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് കാണാം. അടിപൊളിയായിട്ടുള്ളത് ഇങ്ങനെ പുറത്ത് നോക്കിയാൽ ഇതൊക്കെ പ്രോ ആണ് കേട്ടോ. ഇതൊക്കെ പ്രോ ആണ്. എജു എന്ന് കാണിക്കുന്നത് പ്രോ ആണ്. കണ്ടില്ലേ, ആസ് എ Canva it for education subscriber you get this premium template for free. ഇത് നമുക്ക് ഫ്രീ ആണ്. അത് നിങ്ങൾക്ക് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം താല്പര്യം ഉണ്ടോ, 199 രൂപക്ക് ലൈഫ് ടൈം ആയിട്ട് നമ്മൾ തരും. ഇതിങ്ങനെ ഇത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു നല്ല ഒരു വ്ളോഗറൊക്കെ ആണെങ്കിൽ കുറേ യാത്ര ചെയ്യുന്നതിൻ്റെ കാണിക്കും, കുറേ ഫുഡിൻ്റെ കാണിക്കും,
അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് എടുക്കുക, എന്നിട്ട് ഇവിടെ നേച്ചറിൻ്റെ ആണെങ്കിൽ നേച്ചറിന് കൊടുക്കുക, അതിവിടെ വരും. പിന്നെ അടുത്തത് ഇനി ഫുഡാണെങ്കിൽ ഫുഡിൻ്റെ കൊടുക്കുക. ഫുഡിൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡുമായി ബന്ധപ്പെട്ടത് വരും. ഇതൊക്കെ നമുക്ക് ചെറുതാക്കി കൊടുക്കണം. ഈ 4K എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യട്ടോ. അതൊക്കെ അതിൽ ആൾറെഡി ഇതൊന്നും ഇതല്ല, വാട്ടർമാർക്കൊന്നല്ല, അതൊക്കെ ഡിലീറ്റ് ആക്കാം. ഈ വെബ്സൈറ്റിൻ്റെ ചിഹ്നമൊക്കെ കളയാം, എല്ലാം കളയാം. ഇപ്പോൾ ഫുഡാണെങ്കിൽ ഫുഡിൻ്റെ ബന്ധപ്പെട്ട ഇതുണ്ട്, ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കയ്യിൽ കളയാം. ആ ടെംപ്ലേറ്റ്സിനൊക്കെ ആവശ്യമില്ലാത്ത കളയാം. അല്ലേ, ഇതിലിപ്പോൾ ന്യൂ മെനു ബീഫ് എന്തൊക്കെ എന്താണ് വായിക്കാൻ തീരുന്നില്ല, അതൊക്കെ നമുക്ക് കളയാം, എല്ലാം കളയാം. നമുക്കിത് മൊത്തത്തിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എല്ലാവരും ക്ഷമിക്കുക, നെറ്റ് വളരെ സ്ലോ ആണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നെറ്റൊന്നും കിട്ടാത്ത ഏരിയയിൽ നിന്ന് എടുക്കുകയാണ് വീഡിയോ. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഇൻട്രോ ഉണ്ടാക്കേണ്ടതെന്ന്. അത്രയും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, വേറെ ഒന്നും കരുതരുത്. എല്ലാവർക്കും ആവശ്യമായ കുറേ കാര്യങ്ങളുണ്ടാവും. ചിലതൊക്കെ ആഡ് ചെയ്യണം, ചിലതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ എങ്ങനെ ചെയ്യാം എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഈ നാച്ചുറൽ ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഈ രണ്ട് വീഡിയോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു സീക്വൻസ് ഇത് കൊടുക്കാം, ട്രാൻസിഷൻ കൊടുക്കാം. സീക്വൻസ് അല്ല, ട്രാൻസിഷൻ. അത് ഈ ആഡ് ട്രാൻസിഷൻ എന്ന് കാണും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാണും. ഇത് നേരെ ഇങ്ങനെ ഒരു അതിൽ ഡിസോൾവ് ആയിട്ട് ലയിച്ച് പോകുന്ന രൂപത്തിലാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, കണ്ടില്ലേ. ഇനി ഒരു സർക്കിൾ വൈപ്പാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും, പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇല്ല, ഒരു സർക്കിൾ ഇങ്ങനെ അങ്ങനെ പോകും. ഇനി കളർ വൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കളർ വൈപ്പ് കൊടുക്കാം. കളർ അതിൽ കൂടെ പോയിട്ടുണ്ട്, നെറ്റ് സ്ലോ ആയതുകൊണ്ട് വല്ലാതെ ഒരു വിസിബിൾ ആയിട്ടില്ല. ഏതായിരുന്നാലും ട്രാൻസിഷൻസ് പല രൂപത്തിലുള്ളതുണ്ട്, നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഇൻട്രോ. അത് അപൂർവമാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ആവശ്യമായിട്ടുള്ളതൊക്കെ അതിൽ കൊടുക്കാം. ഇനി ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് എടുക്കാം. പിന്നെ അപ്ലോഡ് ചെയ്ത എന്തെങ്കിലും പിക്ചർ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. നിങ്ങൾക്ക് വരക്കണമെന്നുണ്ടെങ്കിൽ ഡ്രോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. എലമെൻറ്റ്സ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു പൂച്ചക്കുട്ടീൻ്റെ പിക്ചർ ഇതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പൂച്ചക്കുട്ടീൻ്റെ കിറ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ ഇവിടെ വരും. അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അത് ഗ്രാഫിക് കണ്ടന്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, പിക്ചർ ആണെങ്കിൽ കൊടുക്കാം, വീഡിയോ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. കണ്ടില്ലേ, ഒരു പൂച്ചക്കുട്ടീൻ്റെ പിക്ചർ ഇതിൽ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ ഏജുമാണ്. അത് നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. ഇനി പൂച്ചക്കുട്ടി നടക്കണ മൂവിങ് കിറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ നടക്കുന്ന ഒരു പൂച്ചക്കുട്ടിയുടെ പിക്ചറാണ് നമുക്ക് വേണ്ടത് എന്ന് കരുതാം. അല്ലെങ്കിൽ വാക്കിങ്, അത് ഇതിൽ അവൈലബിൾ ആണെങ്കിൽ അത് കിട്ടും. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഒരു ഗ്രാഫിക് എടുക്കാം. ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, ആദ്യം തന്നെ പറയാം. അവൈലബിൾ എല്ലാം തോന്നും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇവിടുന്ന് ആഡ് ചെയ്തിട്ട് ഒരു ആനിമേഷനൊക്കെ കൊടുക്കാം. അത് ഇവിടുന്ന് അറ്റം വരെ പോകുന്നതൊക്കെ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ആനിമേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്രിയേറ്റ് ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പോകാനാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇത് ചാടി പോകാനൊക്കെ ഇവിടെ ഇങ്ങനെ നെറ്റും കൊടുത്താൽ അതൊരു ആനിമേഷൻ മോഡലായി വരും. എന്നിട്ട് ഇവിടെ ഡൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും.
ഉണ്ടോ പൂച്ചയെ പോയാ? നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്. ഏതായാലും ആനിമേഷൻ അങ്ങനെ വരും. അത് വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇത് കസ്റ്റം എന്നുള്ള ഈ ആനിമേഷൻ എന്നുള്ള ഓപ്ഷനിൽ കസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുക. ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ക്ലാസ്സിൽ അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഇൻട്രോ കൊടുക്കേണ്ടത്. യൂട്യൂബ് ചാനൽ ഇൻട്രോ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. യൂട്യൂബ് ചാനൽ ഇൻട്രോ എന്ന് കൊടുക്കുക, ടെംപ്ലേറ്റ്സ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, കൊടുക്കുക. നിങ്ങളുടെ പിക്ചർ ആണെങ്കിൽ പിക്ചർ കൊടുക്കാം, ലോഗോ ആണെങ്കിൽ ലോഗോ കൊടുക്കാം, ആവശ്യമുള്ളതെല്ലാം കൊടുക്കാം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഒരു വാട്ടർമാർക്കും ഒന്നും അവൈലബിൾ അല്ല. വാട്ടർമാർക്ക് ഉള്ളതുണ്ട്, അത് പ്രോ അല്ലാത്തതായിരിക്കും, പ്രോ ആയതായിരിക്കും വാട്ടർമാർക്കായിട്ട് വരിക. അത് നിങ്ങൾ പ്രോ വെർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രീമിയം ടെംപ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അതെല്ലാം ഒരു വാട്ടർമാർക്കും ഇല്ലാതെ ലഭിക്കുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, ആജീവനാന്തം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോ വെർഷൻ, അതായത് പ്രീമിയം വെർഷൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പ്രീമിയം ടെംപ്ലേറ്റുകൾ ലഭിക്കുന്ന പ്രീമിയം ക്യാൻവ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വെറും 199 രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.